ഹായ് കൂട്ടുകാരെ, ഏവർക്കും ലച്ചുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കൊന്ന് പർച്ചേസിങ്ങിന് പോയാലോ? എൻ്റെ അനുജൻ, അതായത് എൻ്റെ കൂടെ പിറക്കാതെ പോയ എൻ്റെ അനുജൻ്റെ ഒരു പർച്ചേസിംഗ് ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അവനങ്ങ് കുവൈറ്റിലാണ്. അവൻ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ അവിടെ സ്വന്തം പാചകം ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ പാത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ കടയിലേക്ക് പോയതാണ്. അപ്പോൾ അവിടുത്തെ വലിയ മാളാണിത്. ഓരോ സാധനങ്ങൾ എന്ത് ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തം കടകളൊക്കെ ഒന്ന് നടന്ന് കണ്ട് സാധനങ്ങൾ വാങ്ങാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പർച്ചേസിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുള്ളതല്ലേ. ഇതിനൊക്കെ നല്ല വില ഉണ്ടാവും. നമ്മുടെ ഇവിടുത്തെ അതേ വില തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷെ നമുക്കറിയുന്നില്ലല്ലോ. മിഠായിയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ കൊത്തിയാവുന്നു. ഒരു ഡയലോഗ് ഉണ്ടല്ലോ അങ്ങനെ, അതുപോലെ തോന്നുന്നില്ലേ? ആഹാ, അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. എന്തൊക്കെ തരം സാധനങ്ങളാണില്ലേ. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും വാങ്ങാമല്ലേ. അവിടെ ജീവിക്കുന്ന ഓരോ പ്രവാസികളും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നറിയോ. കഷ്ടപ്പാടും ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പൈസ മാത്രം കിട്ടിയാൽ മതി. പക്ഷെ അവിടെയുള്ള ഓരോ പ്രവാസിയും അത്രത്തോളം ഒഴുക്കിയിട്ടാണ് 10 രൂപ മെച്ചം പിടിക്കുന്നത്. അവിടെ എന്താ ജോലി എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അത്രയ്ക്കും ദുരിതങ്ങളാണ് അവിടെ ഉള്ളവർ അനുഭവിക്കുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ ഹാപ്പി ആയിട്ടാണ് അവർ വരുന്നത്. വീട്ടിലുള്ളവർക്ക് എന്താ, ക്യാഷ് മാത്രം മതി. അവരവിടെ സുഖമാണോ, കഴിച്ചോ, ഒന്നും അറിയണ്ട. പക്ഷേ എല്ലാം അറിയുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ ഭൂരിപക്ഷവും അതെ. അവനതിൻ്റെ നല്ല ചെറുപ്പകാലവും നല്ല സമയമൊക്കെ അവർ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ ഒരു പങ്കാണ് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ഇവിടെ കിട്ടുമ്പോൾ ആ പൈസേനെ കൊണ്ട് നമ്മൾ ധാരാളിത്തരം കളിക്കുന്നു. പാവല്ല അവർ. കുടുംബവും ഒക്കെ വിട്ടിട്ടല്ല അവർ നിൽക്കുന്നത്. പിന്നെ അവർ വരുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. വരുമ്പോഴും നമ്മൾക്ക് ആഹ്ലാദമാണ്. ആ 10 രൂപൻ്റെ എങ്ങനെയാ ചിലവാക്കുക എന്ന് നോക്കിയിരിക്കും നമ്മൾ. അപ്പോൾ അവൻ കുക്കർ വാങ്ങാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്